കലാമണ്ഡലത്തിൽ രാഷ്ട്രീയ അതിപ്രസരമെന്ന ചാൻസലർ മല്ലിക സാരാഭായിയുടെ വിമർശനം തള്ളി വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ. കലാമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥ നിയമനത്തിൽ ഇടത് വലത് മുന്നണികൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് മല്ലിക സാരാഭായ് വിമർശനം ഉന്നയിച്ചത്. കലാമണ്ഡലത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നതാണ് ഈ നീക്കം എന്ന തരത്തിൽ മല്ലിക സാരാഭായ് കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു, കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ കലാമണ്ഡലത്തിൽ ബാഹ്യ ഇടപെടലില്ല എന്നും ചാൻസലർ കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് എന്നുമാണ് വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണന്റെ പ്രതികരണം. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. The issue is whether these people who are placed there are efficient and not. If they are efficient, I don't care if they are affiliated to one party or the other. And this is not only about the left, seriously not. Both parties have people placed there, and both parties need to give me people placed there who are efficient. ഇത് വളരെ സുതാര്യമായ ഒരു അപ്പോയിൻമെൻറ്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഒരു തരത്തിലുള്ള ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തോടെ പറയാൻ കഴിയും. ഇവിടെ കൈകാര്യം ചെയ്യുന്ന കലകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള എമിനൻ്റായിട്ടുള്ള, അതായത് ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും. ആദ്യമായിട്ടല്ല മല്ലിക സാരാഭായ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ തർക്കം നിലനിന്ന 2022 ഡിസംബറിലാണ് മല്ലിക സാരാഭായിയെ കലാമണ്ഡലം ചാൻസലറാക്കിയത്. മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായി കലാമണ്ഡലത്തിൽ നേരിട്ട് ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം സർക്കാർ വിനിയോഗിക്കുകയായിരുന്നു. നേരത്തെ ആശാവർക്കർമാരുടെ പ്രതിഷേധ പരിപാടിയിൽ മല്ലിക സാരാഭായ് പങ്കെടുത്തതും CPM-ന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടായിരുന്നു എന്ന കാര്യം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ വീണ്ടും കലാമണ്ഡലത്തിലെ രാഷ്ട്രീയ അതിപ്രസരത്തെ വിമർശിച്ച് മല്ലിക സാരാഭായ് സർക്കാരിന് തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ചാൻസലർ നടത്തിയ പ്രതികരണം അത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയായതാണ്. അതിന് പിന്നാലെ വൈസ് ചാൻസലറുടെ പ്രതികരണം ഇന്ന് പുറത്തു വന്നു. മല്ലിക സാരാഭായിയെ തള്ളുന്നുവെന്ന് മാത്രമല്ല അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു VC. സൂരജ് സജി. TK, മല്ലിക സാരാഭായിയെ അക്ഷരാർത്ഥത്തിൽ തള്ളുകയാണ് വൈസ് ചാൻസലർ. കലാമണ്ഡലം രാജ്യത്തിന് തന്നെ അഭിമാനമായ സ്ഥാപനമാണ്. അതിന്റെ പ്രവർത്തന മികവ് തന്നെയാണ് ഇത്തരത്തിൽ രാജ്യത്ത് തന്നെ കലാമണ്ഡലത്തെ ശ്രദ്ധിക്കുക എന്ന തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്നുള്ളതാണ് വൈസ് ചാൻസലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ താൻ 2 വർഷമായി ജോലി ചെയ്യുന്നു. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഈ നിയമനങ്ങൾ സംബന്ധിച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സുതാര്യമായ നിയമനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് മികവ് മാത്രം നോക്കിയാണ്. ഈ അധ്യാപകരാകട്ടെ അവരെല്ലാവരും തന്നെ കലാരംഗത്ത് മികച്ചു നിൽക്കുന്ന ആളുകളാണ്. ആരെയും മികവ് ഒഴിവാക്കിക്കൊണ്ട് സുതാര്യമല്ലാത്ത ഒരു നടപടിയിലൂടെയും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നത് തന്റെ അനുഭവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലർക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ ചാൻസലർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം അത് വലിയ രീതിയിൽ ചൂടുപിടിക്കുകയുണ്ടായി. CPM-നടക്കം വലിയ തലവേദനയാണ് അതുണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ പോലും അയക്കാൻ അറിയാത്ത ആളുകളാണ് ഈ കലാമണ്ഡലത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചാൻസലറായ മല്ലിക സാരാഭായിയുടെ പ്രതികരണം. ഈ ചാൻസലർ ചുമതലയിലേക്ക് മല്ലിക സാരാഭായി എത്തിയതിനു ശേഷം ഈ എടുത്ത ഓരോ തീരുമാനങ്ങളും പലപ്പോഴും വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട്. വിവാദങ്ങളും പ്രതിഷേധങ്ങളുടെയും വേലിയേറ്റ് നമ്മൾ പലകുറി കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ ഈ മല്ലിക സാരാഭായി ചുമതലയേറ്റ് നടപ്പിലാക്കി ഉത്തരവെന്ന് പറയുന്നത് അന്ന് ഈ സാധകം സാധാരണഗതിയിൽ 4 മണിക്കാണ് തുടങ്ങുക. അത് 6:30 6:30 മാറ്റുന്നു. ഇതൊക്കെ തന്നെ ഈ പരമ്പരാഗത ശൈലിയിൽ അവിടെ പഠനം നടത്തി വരുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഓരോ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പൊതുവിഷയങ്ങൾക്കകത്ത് മല്ലിക സാരാഭായി സ്വീകരിക്കുന്ന നിലപാട്, ആശാസമരവുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച നിലപാടുകൾ, ഇതെല്ലാം തന്നെ LDF-നെയും CPM-നെയും ഒക്കെ സംബന്ധിച്ച് അവർക്ക് വലിയ വെല്ലുവിളികൾ തീർത്താണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ രാഷ്ട്രീയ നിയമനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മല്ലിക സാരാഭായിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് ഇടതുമുന്നണിയെ മാത്രമല്ല UDF-നെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. ഇടത് വലത് വ്യത്യാസമില്ലാതെ നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങൾ അത് കലാമണ്ഡലത്തിന്റെ വളർച്ചയെ ബാധിക്കുന്നു, വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞതിന്റെ രത്നചുരുക്കം. എന്തായാലും മല്ലിക സാരാഭായിയുടെ പ്രതികരണവും ആ പ്രതികരണത്തിന് ശേഷം വരുന്ന വാദപ്രതിവാദങ്ങളും ചൂട് പിടിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കലാമണ്ഡലം ഒരു രാഷ്ട്രീയ താവളമാക്കി മാറ്റി എന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.